വേനൽ അവധിയായതോടെ ബാലസംഘത്തിന്റെ വേനൽത്തുമ്പി ക്യാമ്പുകൾ സംസ്ഥാനത്ത് സജീവമാണ്. കുട്ടികളിൽ ജനാധിപത്യ ബോധവും മതേതരത്വത്തിന്റെ അടിത്തറയും പാകുന്നതാണ് വേനൽത്തുമ്പി ക്യാമ്പുകൾ. പത്തനംതിട്ട പെരുന്തേനരുവിയിലെ ക്യാമ്പിലെ വിശേഷങ്ങൾ കാണാം. കുട്ടികൾ വിശ്വ നിലവിളിച്ചപ്പോൾ ഞാൻ ഒരു റൊട്ടി മോഷ്ടിച്ചു. വിശ്വന്ന് ചാകം കടക്കുമ്പോൾ ഒരു റൊട്ടി മോഷ്ടിക്കുന്നത് കുറ്റമാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതൊരു പഴയ കഥയല്ലേ. റൊട്ടി മോഷ്ടിച്ച കുറ്റത്തിന് നിങ്ങൾ ജയിലിൽ കിടന്നിട്ട്. പാവങ്ങൾ എന്ന നാടകത്തിന്റെ പരിശീലനമാണ്. നാടകം, നൃത്തം തുടങ്ങി വിവിധ കലാരൂപങ്ങളും വേനൽത്തുമ്പി ക്യാമ്പിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. സമകാലിക കേരളത്തിൽ ബാലസംഘത്തിന്റെ ക്യാമ്പുകൾ ലഹരിക്കെതിരായുള്ള പോരാട്ടം കൂടിയാണ്. ലഹരി കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് കുട്ടികൾ തന്നെ നാടകങ്ങളിലൂടെയും നൃത്തശില്പങ്ങളിലൂടെയും മറ്റുള്ളവരോട് വിളിച്ചു പറയുകയാണ്. സുസജ്ജമാണ് കുട്ടികളെല്ലാവരും. ക്യാമ്പ് എന്ന് പറയുന്ന ഒരു നല്ല വൈബിലാണ് പോകുന്നത്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി കുരുന്നു മനസ്സുകളിൽ അഭിപ്രായം രൂപപ്പെടുന്നതും ഇത്തരം ക്യാമ്പുകളിൽ കൂടിയാണ്. എമ്പുരാൻ സിനിമയിൽ 24 വെട്ടോടുകൂടി സിനിമ മുറിക്കപ്പെട്ടു. പല ഭാഗങ്ങളും, പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും മുറിച്ചു മാറ്റപ്പെട്ടു. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ കൂട്ടുകാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുന്നിടത്ത് നമ്മൾ പ്രതികരിക്കണം. ജില്ലയിലെ വിവിധ ഏരിയകൾ തിരിച്ചാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വേനൽത്തുമ്പി ക്യാമ്പിന് പിന്നാലെ നിരവധി പരിപാടികളാണ് ബാലസംഘം കരുതിയിരിക്കുന്നത്. ഏത് മോഡ്? ക്യാമറമാൻ അഖിലേഷ് കൊടമോട്ടൊപ്പം